നമസ്കാരം കേരളമി, നമസ്കാരം ലോകമി. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വന്തം സ്റ്റോറീസ് ആൻഡ് മാറ്റേഴ്സ് ചാനലിലേക്ക്. കൂടുതൽ മൈലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്ക് കൂടുതൽ ഇന്ധനക്ഷമത ലഭിക്കുന്നതിനെ കുറിച്ചാണല്ലേ. പെട്രോളിനും ഡീസലിനും തീവിടെയുള്ള ഈ കാലത്ത് മൈലേജ് കൂട്ടാൻ ചില രസകരമായ വഴികൾ ഇതാ. മൈലേജ് കൂട്ടാൻ ചില കുസൃതി വിദ്യകൾ. 1. കാറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നിങ്ങളുടെ ടയറിൽ കൃത്യമായ കാറ്റുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുക. ടയറിൽ കാറ്റ് കുറഞ്ഞാൽ വണ്ടിക്ക് ഭാരം വലിക്കുന്നത് പോലെ തോന്നും. അപ്പോൾ കൂടുതൽ ഇന്ധനം കുടിക്കും. ടയറിൽ കൃത്യമായി കാറ്റടിച്ചാൽ വണ്ടിക്ക് ഊർജ്ജസ്വലത കൂടും, മൈലേജും കൂടും. ഇത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടായിരുന്നാലേ ഓടാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെയാണ്. 2. കുതിച്ചു പാഞ്ഞാൽ മൈലേജ് പറന്നു പോകും. പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുത്ത് സ്പീഡാക്കുകയും പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുകയും ചെയ്യുന്നത് മൈലേജിന്റെ ശത്രുവാണ്. ഒരു പതുക്കെ ഡ്രൈവ് ചെയ്യുക. ട്രാഫിക്കിൽ ആവശ്യത്തിന് അകലം പാലിക്കുക. ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെ വാഹനം ഓടിക്കാതെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ലാഘവത്തിൽ പോവുക. 3. AC ഒരു വില്ലനല്ല, മറിച്ച് മിതമായി ഉപയോഗിച്ചാൽ കൂട്ടുകാരനാണ്. വേനൽക്കാലത്ത് AC ഇല്ലാതെ പറ്റില്ലല്ലോ. പക്ഷേ എപ്പോഴും ഫുൾ പവറിൽ AC ഇല്ലാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. വണ്ടി തണുത്താൽ AC പവർ കുറയ്ക്കുകയോ റീസർക്കുലേഷൻ മോഡിൽ ഇടുകയോ ചെയ്യുക. AC വില്ലനല്ല, പക്ഷേ മര്യാദയില്ലാതെ പെരുമാറിയാൽ പോക്കറ്റ് താഴെയാക്കും. 4. കയറ്റത്തിൽ ബുദ്ധിപൂർവം, ഇറക്കത്തിൽ ശ്രദ്ധാപൂർവം. കയറ്റം കയറുമ്പോൾ വണ്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗിയർ മാറ്റുക. ഇറക്കുന്നതിൽ അനാവശ്യമായി ആക്സിലറേറ്റർ കൊടുക്കാതെ ഗിയർ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. ഒരു കയറ്റം കയറുമ്പോൾ നാം നന്നായി ശ്വാസമെടുക്കുന്നത് പോലെ വണ്ടിക്കും കൃത്യമായ ഗിയർ ആവശ്യമാണ്. 5. വാഹനം ഒതുക്കി ഭാരം കുറയ്ക്കുക. കാറിനുള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുത്തിനിറച്ച് ഭാരം കൂട്ടരുത്. വെയിറ്റ് കൂടുന്തോറും വണ്ടിക്ക് കൂടുതൽ അധ്വാനം വേണ്ടിവരും, മൈലേജും കുറയും. എപ്പോഴും ഒരു മിനിമലിസ്റ്റ് ആവുക. 6. എഞ്ചിൻ ഡോക്ടറെ കാണാൻ മടിക്കരുത്. കൃത്യമായ ഇടവേളകളിൽ വണ്ടി സർവീസ് ചെയ്യുക. എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ എന്നിവ കൃത്യമായി മാറ്റുന്നത് വണ്ടിയുടെ ആയുസ്സും മൈലേജും കൂട്ടാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിന് രോഗം വന്നാൽ ഡോക്ടറെ കാണുന്നത് പോലെ വണ്ടിക്കും ഒരു ഡോക്ടറെ, മെക്കാനിക് ആവശ്യമാണ്. 7. ആവശ്യമില്ലാത്തപ്പോൾ വണ്ടി ഓഫ് ചെയ്യുക. സിഗ്നലിലോ ട്രാഫിക് ജാമിലോ 30 സെക്കൻഡോ കൂടുതൽ കാത്തു നീക്കേണ്ടി വന്നാൽ എഞ്ചിൻ ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ സമയത്തേക്ക് എഞ്ചിൻ ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇന്ധനം പോകുമെങ്കിലും കൂടുതൽ നേരം വെറുതെ സ്റ്റാർട്ട് ചെയ്തിരുന്നതിലും ലാഭകരമാണിത്. 8. വേഗത ഒരു സ്ഥിരതയാകട്ടെ. മിക്ക കാറുകൾക്കും മണിക്കൂറിൽ 60 മുതൽ 80 വരെ കിലോമീറ്റർ വേഗതയിലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത്. ഒരു സ്ഥിരമായ വേഗതയിൽ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ചാടിക്കളിക്കുന്ന കുട്ടിയെ പോലെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാതിരിക്കുക. ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോക്കറ്റിലും ആശ്വാസമാകും, ഒപ്പം നമ്മുടെ ഭൂമിക്കും നല്ലതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കൂ. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങളുടെ നെഞ്ചിൽ ഒരു ആറ്റം ബോംബ് പൊട്ടുന്ന സന്തോഷമാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ അറിവ് വിനോദം കിട്ടട്ടെ. ഷെയർ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ രാത്രി സ്വപ്നത്തിൽ ഞാൻ വന്ന് ബ്രോക്കോളി കഴിക്കാൻ പറയും. സൂക്ഷിച്ചോ.